പോട്ടെ, കേരളയ്ക്ക് പ്രായമായി. നമുക്ക് സ്വന്തം സഹതാപൂർവം അദ്ദേഹത്തെ കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ തട്ടിപ്പൊന്നും ആൻ്റണിയിൽ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ പിള്ളേരൊക്കെ ഇങ്ങനെ പോകണം എന്താ? അതൊന്ന് ആലോചിക്കണ്ടേ? ലീഡറുടെ മകള്, ആന്ണിയുടെ മകന്, ഇത് ഇവിടെ മാത്രമല്ലല്ലോ, ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കോൺഗ്രസിൻ്റെ പ്രവണതയാണ് കേട്ടോ ഒരവസരം കിട്ടിയ BJP-യിലേക്ക് പോണത്. അതിൻ്റെ ഭാഗമായിട്ട് കരുതി വെച്ചാണ്. ഏയ്, എല്ലായിടത്തും ആരെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടെന്നല്ലാതെ CPM-ൻ്റെ അടുത്ത് ആരാ പോണേ? ഇവിടെ ED ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി, അപ്പോൾ തലകുത്തി മറിയും ആരായാലും. ഇവിടെ ED-യെ പേടിയൊന്നുമില്ല കേട്ടോ, ആരോടും എനിക്കറിഞ്ഞൂടാ. ഇവര് രണ്ടുപേരിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് രണ്ടും ഞാൻ ഏറ്റുപിടിക്കുന്നില്ല. പക്ഷേ വിസ്തീർണം കിട്ടണം കേട്ടോ. രണ്ടുപേരും നിന്നും കിട്ടണം. ഒരാളിൽ നിന്നല്ല, ആൻ്റണിയും പറയണം, അനിൽ പറയണം. രണ്ട് ആൻ്റണിമാരും വിസ്തീർണം നാട്ടുകാർക്ക് കൊടുക്കണം. എന്നിട്ട് വേണം വോട്ട് പിടിക്കാനായിട്ട്. നമ്മൾ പോവില്ലോ. ഇത് ലീഗൽ ഫൈറ്റ് ആണെന്ന് എന്താ ഹൈക്കോടതി പറഞ്ഞത്? ഹൈക്കോടതി ഡിറ്റർമിൻ ചെയ്യാനിരിക്കുകയാണ് ഞാൻ ഈ കേസിൽ ഹാജരാവേണ്ടതുണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കിഫ്ബിയുടെ CEO അഫിഡവിറ്റ് കോടതി കൊടുത്തിരിക്കുക. ഞാനാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി. മന്ത്രിമാരോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോ ഗവർണിംഗ് ബോഡി അംഗങ്ങളോ ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനോട്ട് ആരും ബന്ധമില്ല. അത് ഓഡിറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ ചെല്ലുമ്പോഴേ അവർ ബന്ധപ്പെടുന്നുള്ളൂ. ഓഡിറ്റിലോ RBIയിലോ ഇങ്ങനെ ഒരു മിസ്യൂട്ടിലൈസേഷനെ കുറിച്ച് പരാമർശം പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് വിളിക്കണേ? ഇവരിങ്ങനെ മാടി വിളിക്കുമ്പോൾ ചെല്ലണോ ആൾക്കാർ? പൗരന് അവകാശമുണ്ടെന്ന്, ആ അവകാശം സംരക്ഷിക്കും. അവസാനം വരെ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും. വിഷയം വേറെയാണെങ്കിലും PK വിജയനെ പോലുള്ള സിറ്റിംഗ് നേതാക്കൾ ED നോട്ടീസ് കിട്ടിയ ഉടനെ ഹാജരാകുന്നു, സാറ് നിരന്തരം ഹാജരാകുന്നില്ല. അപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ ചില തോതിലെങ്കിലും സംശയങ്ങൾക്കിട വരുത്തിയിട്ടില്ല? ഇല്ല, അത് വേറെ കേസ്, ഇത് വേറെ കേസ്. ഇപ്പോൾ ഈ സുപ്രീം കോടതിൻ്റെ, അതായത് പലപ്പോഴും പറയുന്നുണ്ട് ഈ BJP-യുടെ ചട്ടുകാവ് മാറുന്നു എന്ന് ഇടതുപക്ഷം പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ED സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ഈ ഹൈക്കോടതി എന്നുള്ളതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വിധി വരുമെന്ന് കരുതുന്നുണ്ടോ? അതായത് എനിക്ക് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന്. സുപ്രീം കോടതിയല്ലേ ഇന്നിപ്പോൾ പൗരാവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത്. പൂർണ്ണ വിശ്വാസമുണ്ട്.